ഓക്കെ, നമുക്ക് ഡിസ്കഷൻ തുടങ്ങാം. ഈ 2024 ജൂണിലെ പേപ്പറാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ നാച്ചുറൽ എൻവയോൺമെന്റ്? നമുക്ക് നാച്ചുറൽ എൻവയോൺമെന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഹ്യൂമൻ മെയ്ഡ് എൻവയോൺമെന്റും ഹ്യൂമൻ മോഡിഫൈഡ് എൻവയോൺമെന്റും ഉണ്ട്. അപ്പം അത് നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഉണ്ടാകും. അത് ഓരോന്നും കൃത്യമായിട്ട് നോക്കണം. കഴിഞ്ഞ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള പേപ്പറിനകത്തും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ നാച്ചുറൽ എൻവയോൺമെന്റ്? അതിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ക്രോപ്പ് ഫീൽഡ്, സാങ്ച്വറീസ്, ഫോറസ്റ്റ്, പാർക്ക്. അതിൽ നമുക്ക് വളരെ വേഗത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. നാച്ചുറൽ എൻവയോൺമെന്റ് എന്ന് പറയുന്ന സമയത്ത് അതിനകത്തുനിന്ന് മറ്റൊന്നും നമുക്കിനി വേറെ നോക്കാനില്ല. പിന്നെ ഒരു കൺഫ്യൂഷൻ വരുന്നത് സാങ്ച്വറീസ് എന്നുള്ളതാണ്. സാങ്ച്വറീസും പാർക്കൊക്കെ മാൻമെയ്ഡ് ആണ്. അതുപോലെ തന്നെ അത് ആ രൂപത്തിൽ തന്നെ മനസ്സിലാക്കാം. ഫോറസ്റ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടുതൽ ആലോചനക്ക് നിൽക്കേണ്ടെന്ന് തോന്നുന്നു. ഏകദേശം നാച്ചുറൽ എൻവയോൺമെന്റിനകത്ത് ഫോറസ്റ്റിന് നമുക്ക് കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത്, ഹു ഡെവലപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് ഡിറ്റർമിനിസം? ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ നോക്കേണ്ട ഇതിനകത്ത് ഏതാണ് ഉത്തരം എന്നുള്ളത് ഇങ്ങനെ നോക്കിയിട്ട് കാണാതെ പഠിക്കാൻ വേണ്ടിയിട്ടല്ല. ക്വസ്റ്റ്യനിൽ സ്ഥിരമായിട്ട് ആവർത്തിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ഏത് രൂപത്തിലാണ് എന്നുകൂടെയാണ് പറയുന്നത്. അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യനകത്ത് ഹു ഡെവലപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് ഡിറ്റർമിനിസം? അപ്പൊ അവിടെ നമുക്ക് 3 കോൺസെപ്റ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കോൺസെപ്റ്റ് ഒന്ന് പോസിബിലിസം, അതുപോലെ തന്നെ ഡിറ്റർമിനിസം, അതുപോലെ ഇക്കോളജിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ എൻവയോൺമെന്റലിസം എന്ന് പറയുന്ന ഒരു അപ്രോച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ 3 അപ്രോച്ചുകളും ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് ഇതിന് മനസ്സിലാവുന്നത്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. ഒന്നുകിൽ ആരുടേതാണ് എന്നതിൽ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് കൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് 3ഉം നമ്മൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അപ്പം മുകളിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ പഠിക്കേണ്ടത് നാച്ചുറൽ എൻവയോൺമെന്റ് എന്താണ്, പിന്നെ ഹ്യൂമൻ മോഡിഫൈഡ് എൻവയോൺമെന്റ് എന്താണ്, ഹ്യൂമൻ മെയ്ഡ് എൻവയോൺമെന്റ് എന്താണ്. മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള പരിസ്ഥിതി എന്ന് പറയുന്നത് നമ്മൾ സിറ്റീസ് എന്നൊക്കെ ഡാം എന്നൊക്കെ പറയുന്ന മനുഷ്യൻ ഉണ്ടാക്കുന്ന പരിസ്ഥിതികൾ, അതുപോലെ തന്നെ മനുഷ്യൻ അൾട്രേഷൻ വരുത്തിയിട്ടുള്ള മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുള്ള പരിസ്ഥിതികൾ, നാച്ചുറലി ഇവിടെ പ്രകൃതിപരമായിട്ട് തന്നെ കാണുന്നത്. അത് കുറച്ചുകൂടെ നമുക്ക് എളുപ്പമായിരിക്കും. പ്രകൃതിപരമായിട്ട് കാണുന്നത് എന്നുള്ളതിന് കൂടുതൽ നമുക്ക് ആലോചിക്കേണ്ടി വരില്ല. ഹ്യൂമൻ മെയ്ഡും അതുപോലെ തന്നെ ഹ്യൂമൻ മോഡിഫൈഡും അല്ലെങ്കിൽ മാൻ മെയ്ഡും മോഡിഫൈഡും, ഇത് രണ്ടുമാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക. അത് ക്ലിയർ ചെയ്യണം. നിങ്ങൾ എഴുതി വെക്കേണ്ടത് ഈ ഭാഗമാണ്. ഹ്യൂമൻ മെയ്ഡ് ആൻഡ് മോഡിഫൈഡ് എന്ന് പറയുന്ന ഭാഗമാണ് കൂടുതലായിട്ട് പഠിക്കേണ്ടത്. അപ്പം ആ ഭാഗം ടെക്സ്റ്റിൽ എടുത്ത് നോക്കിയിട്ട് അത് കുറച്ചും കൂടെ ക്ലിയർ ആക്കാം. ഓപ്ഷൻസ്, അതിലെ എക്സാമ്പിൾസ് ആണ് ക്ലിയർ ആക്കേണ്ടത്. അത് സ്കിപ്പ് ചെയ്ത് പോകരുത്, എന്തായാലും പരീക്ഷയ്ക്ക് വരും. ദെൻ ഡിറ്റർമിനിസം പറയുന്ന സമയത്തും അവിടെ നമ്മൾ പോസിബിലിസം, ഡിറ്റർമിനിസം, അതുപോലെ തന്നെ എൻവയോൺമെന്റലിസം. എൻവയോൺമെന്റലിസം കുറച്ചും കൂടി എളുപ്പമാണ്. അല്ലെങ്കിൽ ഇക്കോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് പരിസ്ഥിതിയെയും പ്രകൃതിയെയും പരിസ്ഥിതിയെയും മനുഷ്യനെയും ഈക്വൽ ആയിട്ട് കാണുക എന്ന് പറയുന്ന ഒരു സസ്റ്റൈനബിൾ അപ്രോച്ച്, അതിനാണ് എൻവയോൺമെന്റലിസം അല്ലെങ്കിൽ ഇക്കോളജിക്കൽ അപ്രോച്ച് എന്നൊക്കെ പറയുന്നത്. അതിനേക്കാൾ കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുള്ളത് നേരത്തെ പറഞ്ഞ പോലെ പോസിബിലിസവും ഡിറ്റർമിനിസവും ആണ്. ഡിറ്റർമിനിസം ഈ ഭാഗത്ത് നമ്മൾ നോക്കേണ്ടത്, അവിടെയും 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, നേച്ചർ കൺട്രോൾസ് ഹ്യൂമൻ എന്ന് പറയുന്നത്, അതായത് പ്രകൃതി എന്ത് ചെയ്യുന്നു, മനുഷ്യനെ കൺട്രോൾ ചെയ്യുന്നു. മനുഷ്യന് അവിടെ റോളൊന്നുമില്ല. രണ്ടാമത് പറയുന്നത്, അടുത്തൊരു ഓപ്ഷനിൽ പറയുന്നത്, പിന്നെ ഹ്യൂമൻ ബീങ്സ് ആക്റ്റീവ് ആവുകയും നാച്ചുറൽ എൻവയോൺമെന്റ് പാസീവ് ആവുകയും ചെയ്യുന്ന ഒരു ഓപ്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഏതാണെന്നുള്ളത് നോക്കണം. അത് രണ്ടുമാണ് ഡിറ്റർമിനിസം പോസിബിലിസം ഉണ്ടാവുക. അത് രണ്ടും ഏതാണ് എന്ന് നോക്കുകയാണ് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ ഡിറ്റർമിനിസം എന്ന് പറയുന്ന ഈ ഒരു ഇതിന്റെ കോൺസെപ്റ്റിന്റെ ഡെവലപ്പ് ചെയ്താണെന്ന് പറയുന്നത് ഫെഡറിക് റഡ്സൽ ആണ്. അപ്പൊ അത് നമുക്ക് ഉത്തരം ഡി ആണ് എന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഈ ഏതാണ് ഉത്തരം എന്നുള്ളത് ഇതിനകത്ത് പ്രധാനമല്ല. ജസ്റ്റ് ഇതിന്റെ ഉത്തരം ഏതാണ് എന്ന് ഇനി നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ഓരോ ക്വസ്റ്റ്യനിൽ നിന്നും അതിന്റെ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരിക എന്നുള്ളത് ശ്രദ്ധിച്ചാൽ മതി. ദെൻ നെക്സ്റ്റ് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ചാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമുക്കറിയാം 1987 ഇങ്ങനെ ഒരുപാട് തവണ ഇങ്ങനെ പറഞ്ഞിട്ടാണത് വരുന്നത്. 1987 അവർ കോമൺ ഫ്യൂച്ചർ എന്ന് പറയുന്ന ബ്രിട്ടൻ കമ്മീഷന്റെ റിപ്പോർട്ടിൽ
ആ ടൈറ്റിൽ ആയിട്ടുള്ള റിപ്പോർട്ടിനകത്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആശയം വരുന്നത്. അതിനുശേഷം ഒരുപാട് കാലം അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും സംവാദങ്ങളൊക്കെ നടക്കുന്നു. 2000 മുതൽ 2015 വരെ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒരു 8 ഗോള് ഉൾപ്പെടുന്ന ഒരു സംവിധാനമാക്കിയിട്ട് നമ്മൾ അതിനെ മാറ്റുന്നു. 2015 മുതൽ അജണ്ട 13 എന്ന് പറയുന്ന 2030 വരെയുള്ള 15 വർഷത്തേക്ക് 17 ഗോൾസുകൾ, നോ പോവർട്ടി മുതൽ ഇന്റർനാഷണൽ പാർട്ണർഷിപ്പ് വരെയുള്ള 17 ഗോളുകൾ സെറ്റ് ചെയ്തുകൊണ്ട്, അപ്പൊ ആ 17 ഗോളുകളും പഠിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, ഒരു മാർക്ക് എന്ന് പറയുന്നത് പോലും പ്രധാനമാണല്ലോ. അപ്പൊ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാകും. ആ 17 ഗോളുകൾ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതിനകത്ത് ഓപ്ഷൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് വൺ ഓഫ് ദി 17th സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ. ഇതിൽ ചോദിച്ചിട്ടുള്ള പല ക്വസ്റ്റ്യൻസും നോട്ട് എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ബോൾഡ് ചെയ്യേണ്ടതാണ്. ഇൻ കേസ് ഇനി അത് ബോൾഡ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മളത് ശ്രദ്ധിക്കണം. നോട്ട് വൺ ഓഫ് ദ എന്ന് പറയുമ്പോൾ പോലും നമുക്ക് വേഗം കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കുന്നത്. ഇതിൽ ഏതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്ന് ചോദിച്ചാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക്, നമ്മൾ പഠിക്കുന്ന രീതിയുടെ റിവൈസിലാണ് ക്വസ്റ്റ്യൻ വരുന്നത് മനസ്സിലാക്കുക. നമ്മൾ പഠിക്കുന്നത് ഇതിൽ ഏതൊക്കെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. അപ്പൊ 1 മുതൽ നോ പോവർട്ടി, സീറോ ഹങ്കർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പഠിച്ചു വരുന്നു. ദെൻ 15ാമത്തെ ഗോൾ ചോദിച്ചാൽ നമുക്ക് കിട്ടും, 17 ചോദിച്ചാൽ കിട്ടും. അപ്പം താഴെ കൊടുത്തതിൽ സസ്റ്റൈനബിൾ ഗോൾ അല്ലാത്തത് ഏതാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ തിരിച്ചു വയ്ക്കുക എന്ന് പറയുന്നത് റിവൈസ് ആണ്. അപ്പം ആ രൂപത്തിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പോലും നമുക്കത് കിട്ടണം എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ക്ലൈമറ്റ് ആക്ഷൻ ഉണ്ട്, ക്വാളിറ്റി ഹെൽത്ത് കെയർ ഉണ്ട്, ജെൻഡർ ഇക്വാളിറ്റി ഉണ്ട്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉണ്ട്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ക്വാളിറ്റി ഹെൽത്ത് കെയർ എന്നുള്ളതിലേക്ക് പോകാൻ പറ്റും. അതാണ് ഇതിന്റെ ആൻസർ. ആൻസർ സി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ്, ലൈഫ് ഡസ് നോട്ട് എക്സിസ്റ്റ് ബിയോണ്ട് ഡാഷ് മീറ്റേഴ്സ് അബൌട്ട് മീൻ സീ ലെവൽ. നമ്മള് ഇതിന്റെ ചില സോണുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. ബയോസ്ഫിയർ എന്നും വേണമെങ്കിൽ ഇവിടെ ചോദിക്കാം. ഈ ലൈഫ് എന്നുള്ളിടത്ത് ബയോസ്ഫിയർ എന്നുള്ളതും ചോദിക്കാം. ചില സ്ഥലത്ത് ലൈഫ്, ജീവൻ എന്നുള്ളതും ചോദിക്കാം. അപ്പം ജീവൻ നിലനിൽക്കുന്ന സ്ഥലങ്ങൾ, ഇപ്പൊ ടോട്ടൽ നമ്മൾ ഒരു ഓഷ്യന്റെ അടിത്തട്ട് മുതൽ അറ്റ്മോസ്ഫിയറിന്റെ ടോപ്പ് ലെവലിൽ വരെ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ജീവൻ നിലനിൽക്കുന്ന സ്ഥലം ഏതുവരെ ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ നമ്മൾ നടത്തിയിട്ടുണ്ടാകും. അപ്പൊ അതില് ഇവിടെ ആൻസർ പറയുന്നത് 8000, 7000, അതുപോലെ തന്നെ 6000, ദെൻ 9000. അപ്പം മുകളിലേക്ക് എത്രയാണ് എബവ് മീൻ സീ ലെവൽ എന്ന് ഉദ്ദേശിച്ചാൽ സീ ലെവലിൽ നിന്ന് മുകളിലേക്ക് എത്ര മീറ്റർ ഉയരത്തിലാണ് നമുക്ക് ജീവൻ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ആൻസർ. ടി ആണ്, 9000 എന്നുള്ളത്. അപ്പം ഏറ്റവും അബണ്ടന്റ് ആയിട്ട് കാണുന്നത് എവിടെയാണ് എന്ന ചോദ്യത്തിന്റെ ഒരു ഉത്തരവുണ്ട്. ഒരു സർഫസിൽ നിന്ന് 200 മീറ്റർ താഴേക്കും സർഫസിൽ നിന്ന് ഒരു 6000 മീറ്റർ മുകളിലേക്കുള്ള ഭാഗത്താണ് ഏറ്റവും അബണ്ടന്റ് ആയിട്ട് സമൃദ്ധമായിട്ട് ജീവന്റെ തുടിപ്പുകൾ കാണപ്പെടുന്നത്. ദെൻ ഏകദേശം 11000 കിലോമീറ്റർ താഴേക്ക് ജീവന്റെ അംശങ്ങളുണ്ട്. മുകളിലേക്ക് ഇത്ര ഏകദേശം 9000 കിലോമീറ്റർ അവിടെയും ഉയരമുണ്ട്. അത്രയും കാര്യങ്ങൾ അതിനകത്ത് കോൺസെപ്റ്റുകൾ റെഡിയാക്കിയിട്ട് വെക്കണം. ദ മെയിൻ റിസർവോയർ ഓഫ് സൾഫർ ഇൻ ദ ബയോസ്ഫിയർ. സൾഫറിന്റെ റിസർവോയർ ഏതാണ് എന്നാണ് ഇതിൽ ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. ദ മെയിൻ റിസർവോയർ ഓഫ് സൾഫർ ഇൻ ദ ബയോസ്ഫിയർ. സൾഫറിന്റെ റിസർവോയർ എന്ന് പറയുന്നത് അത് ശേഖരിച്ചു വെച്ച സ്ഥലം എന്നുള്ളതാണ്. ഇപ്പൊ കാർബണിന്റെ റിസർവോയർ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് അറ്റ്മോസ്ഫിയർ എന്ന് പറയാം. അതുപോലെ ഓരോന്നും എവിടെയാണ് ശേഖരിച്ചു വെച്ചിട്ടുള്ളത് അതിനാണ് റിസർവോയർ എന്ന് പറയാം. സാധാരണ ഈ റിസർവോയർ എന്നുള്ള പദം നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഡാമുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇറിഗേഷനൊക്കെ ബന്ധപ്പെട്ട് ഇത് സംഭരിച്ചു വെക്കുന്ന സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ് റിസർവോയർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് എന്ത് പറയാം, ദ മെയിൻ റിസർവോയർ ഓഫ് സൾഫർ. സൾഫർ എന്ന് പറയുന്നത് ഇതിനകത്ത് സ്മോൾ ഫിഷ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഓൾറെഡി കട്ട് ചെയ്യാം. ദെൻ ഓഷ്യൻ, അറ്റ്മോസ്ഫിയർ, സോയിൽ ആൻഡ് സെഡിമെന്റ്സ്. അതിന്റെ ആൻസർ എ ആണ്, സോയിൽ ആൻഡ് സെഡിമെന്റ്സ്. ഇവിടെ നമ്മൾ സൾഫർ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതൊരു പ്രൈമറി പൊല്യൂട്ടന്റ് ആവുകയും ആ പ്രൈമറി പൊല്യൂട്ടന്റ് വാട്ടർ കണ്ടന്റുമായിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷനിൽ വന്നുകൊണ്ട് ആസിഡ് റെയിൻ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നത് കൂടെ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഇൻ ഇക്കോളജിക്കൽ സക്സഷൻ ദ ഇന്റർമീഡിയറ്റ് കമ്മ്യൂണിറ്റി സ്റ്റേജ് ഈസ് ടേംഡ്. നമ്മള് ഇക്കോളജിക്കൽ സക്സഷൻ പഠിച്ച സമയത്ത് അതിനകത്ത് കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്ന ഒരു ടേം ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്നുള്ളതായിരിക്കും. ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി.
അപ്പം അതേ രൂപത്തിൽ ഇവിടെ പറയാം ഇക്കോളജിക്കൽ സക്സഷൻ എന്താന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതിൽ പ്രൈമറി സക്സഷൻ ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡറി ഉണ്ട്. ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് നിന്ന് പുതിയ ഒരു ഫോറസ്റ്റ്, ഒരു ഇക്കോസിസ്റ്റം രൂപപ്പെട്ടു വരുന്നു എന്നുള്ളത്. രണ്ടാമത്തത്, നിലവിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു ഇക്കോസിസ്റ്റം നശിച്ചുകൊണ്ട് ഒന്നും ഇല്ലാതായിട്ട് മാറുന്നു എന്ന് പറയുന്ന ഒരു പ്രോസസ്. അവിടെ സൺലൈറ്റും മറ്റൊക്കെ വന്ന് ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് വീണ്ടും എന്ത് ചെയ്യുന്നു, ഒരു പുതിയ എക്കോസിസ്റ്റം രൂപപ്പെട്ടു വരുന്നു. ഇങ്ങനെയുള്ള ഒരു സൈക്ലിക് പ്രോസസ് ആണ് എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ചില അവസാനം വരുന്ന കമ്മ്യൂണിറ്റിക്ക്, ബാക്കിയാകുന്ന കമ്മ്യൂണിറ്റിക്ക് നമുക്ക് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് പറയാം. അതേപോലെ ഒരു ഇന്റർമീഡിയറ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അതിന്റെ ആൻസർ ബി ആണ്. സെറെ എന്ന് പറയുന്നതാണ് അതിന്റെ ആൻസർ വരുന്നത്. വേണമെങ്കിൽ നമുക്കത് ജസ്റ്റ് ഒന്ന് വിശദീകരിക്കാൻ പോകും. സെറെ എന്ന് പറയുന്നത് ദ ടേം റെഫേഴ്സ് ടു ദ എൻറ്റയർ സീക്വൻസ് of communities that successively change during the process of ecological succession. അതിന്റെ പ്രോസസ്സിന്റെ സമയത്ത് ചേഞ്ച് ചെയ്യുന്ന ഒരു ഭാഗം. അതിനെ നമുക്ക് വേണമെങ്കിൽ അതിന്റെ ഓരോ സ്റ്റേജിനെയും നമുക്ക് വേണമെങ്കിൽ എന്ത് വിളിക്കാം, സെറൽ സ്റ്റേജ് എന്ന് വിളിക്കാം. ഇപ്പൊ അങ്ങനെ ഒരു ഓപ്ഷനിൽ കണ്ടാലും അതാണ് ആൻസർ, സെറൽ സ്റ്റേജ്, SERAL സ്റ്റേജ്. ദെൻ ഇന്റർമീഡിയറ്റ് കമ്മ്യൂണിറ്റി എന്നും എന്ത് ചെയ്യാം, അതിനെ വിളിക്കാം. അതാണ് ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്ന ഭാഗം ക്ലിയർ ആയതായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഈ ഇക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വേറൊരു കമ്മ്യൂണിറ്റി വരിക എന്നുള്ളതാണ്. ഇക്കോളജിക്കൽ സക്സഷനെ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വാക്കെന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വേറൊരു കമ്മ്യൂണിറ്റി അവിടെ വരിക. എ ബയോട്ടിക് കമ്മ്യൂണിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് എ ഗ്രൂപ്പ് ഓഫ് ഇന്ററാക്ടിങ് പോപ്പുലേഷൻസ് ലിവിങ് ഇൻ എ ഗിവൺ ഏരിയ. അപ്പം നിലവിലുള്ള ഒരു കമ്മ്യൂണിറ്റിയെ അവിടുന്ന് റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയൊരു കമ്മ്യൂണിറ്റി വരുന്നു. അപ്പം കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഇക്കോസിസ്റ്റം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നിരന്തരമായിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒന്നാണ്. അപ്പൊ അതിൽ നമുക്ക് പ്രൈമറി സക്സഷൻ ഉണ്ട്, സെക്കൻഡറി സക്സഷൻ ഉണ്ട്. അപ്പം പ്രൈമറി സക്സഷൻ എന്ന് പറയുന്നത് ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് പുതിയ ഒരു എക്കോസിസ്റ്റം രൂപപ്പെട്ടു വരുന്നു. ഒന്നുമില്ലാത്ത ഒരു റോക്ക് ഏരിയ, അതായത് ഒരു പാറകൾ മാത്രമുള്ള ഒരു ഏരിയ. ആ ഏരിയയിലേക്ക് പതുക്കെ എന്ത് ചെയ്യുന്നു, ഈ മോസസ് എന്നൊക്കെ പറയുന്ന ചെറിയ ഈ പന്നൽ ചെടികളും മറ്റുമൊക്കെ ഉണ്ടാകുന്നു, മഴ ഉണ്ടാകുന്നു, അതിനകത്ത് ഗ്രാസ്, ഇങ്ങനെ ചെറിയ പുല്ലുകൾ ഉണ്ടായി വരുന്നു, അതിനകത്ത് ചില ഹെർബും സ്രബ്സും ആയിട്ടുള്ള ചെറിയ കുറ്റിച്ചെടികളും മറ്റും ഉണ്ടാകുന്നു. അതിങ്ങനെ വളർന്ന് വലിയ മരങ്ങളാകുന്നു, തന്നെ ഒരു ഫോറസ്റ്റ് ആകുന്നു. ഒന്നുമില്ലാത്ത ശൂന്യമായിട്ടുള്ള ഒരു പ്രദേശത്തിൽ നിന്ന് ഇങ്ങനെ പതുക്കെ കുറെ കാലങ്ങൾ എടുത്തുകൊണ്ട് ആ ഒരു പാരൻ റോക്ക്, അതിൽ നിന്ന് മഴ പെയ്തിട്ടും ജൈവികമായിട്ടുള്ള റിയാക്ഷനുകളും മറ്റുമൊക്കെ നടന്നുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നടന്ന് ഒരു ഫോറസ്റ്റോ അല്ലെങ്കിൽ എക്കോസിസ്റ്റമോ ആയിട്ട് രൂപപ്പെടുന്നതിനെയാണ് എന്ത് പറയുന്നത്, അതിലെ സോയിലിന്റെ ഡെപ്ത് കൂടുന്നു, അതുപോലെ തന്നെ ഒരുപാട് ട്രീസ് ഉണ്ടാകുന്നു. ആദ്യം ഹെർബ് ഉണ്ടാകുന്നു, പിന്നെ സ്രബ്സ് ഉണ്ടാകുന്നു, പിന്നെ ട്രീസ് ഉണ്ടാകും. ഇങ്ങനെ തുടങ്ങിയിട്ട് അതൊരു കൃത്യമായിട്ടുള്ള പിന്നെ ഒരു കാർഡായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു എക്കോസിസ്റ്റം ആയിട്ടോ മാറുന്നു എന്നുള്ളതാണ്. ഇതാണ് പ്രൈമറി സക്സഷൻ എന്ന് പറയുന്നത്. അതിന്റെ തുടക്കത്തിൽ ഒന്നും ഉണ്ടാവില്ല, പിന്നീട് വരുമ്പോൾ ഒരു പുതിയ എക്കോസിസ്റ്റം രൂപപ്പെട്ടു വരും. ദെൻ സെക്കൻഡറി എക്കോസിസ്റ്റം, ഓൾറെഡി ഒരു കമ്മ്യൂണിറ്റി ഇൻ എൻ ഏരിയ drastically disturbed, leading to its destruction, which result in a new community moving into that area. നേരത്തെ ഒരു കമ്മ്യൂണിറ്റി, ഒരു എക്കോസിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു. അപ്പം എന്തെങ്കിലും ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ സംഭവിച്ചു, ഒരു ഫോറസ്റ്റ് ഫയർ സംഭവിച്ചു, ഒരു കാട്ടുതീ സംഭവിച്ചിട്ട് മുഴുവനായിട്ടും അവിടെ നിന്ന് ഇല്ലാതെ. നേരത്തെ അവിടെ ഒരു കാട് ഉണ്ടായിരുന്നു, ഒന്നുകിൽ എന്തെങ്കിലും ഒരു ഡിസ്ട്രക്ഷൻ, ഡീഗ്രഡേഷൻ, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ, ഫ്ലഡ് ആവാം, വിൻഡ് ആവാം, സൈക്ലോൺ ആവാം, എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട്, ഡിഫോറസ്റ്റേഷൻ ആവാം, എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട്. നമ്മൾ ആറാമത്തെ ക്വസ്റ്റ്യൻ അത് ചർച്ച ചെയ്തപ്പോഴാണ് നമ്മൾ ഈ ഇക്കോളജിക്കൽ സക്സഷൻ എന്നുള്ളതിലേക്ക് വന്നത് അല്ലെ. അപ്പൊ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തു എന്താണ് ഇക്കോളജിക്കൽ സക്സഷൻ, അതിന്റെ പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറിയിൽ ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് നിന്ന് ഒരു എക്കോസിസ്റ്റം രൂപപ്പെട്ടു വരുന്നു. സെക്കൻഡറി ആണെങ്കിൽ അതിനകത്ത് നേരത്തെ ഒരു എക്കോസിസ്റ്റം ഉണ്ടായിരുന്നു, എന്തോ ഒരു ഫ്ലഡോ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ഡിസാസ്റ്ററോ കാരണം അവിടെ നശിച്ചുപോയി കുറെ കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും എന്ത് ചെയ്തു, അതിനകത്ത് നിന്ന് പുതിയ ചില എക്കോസിസ്റ്റംസ് രൂപപ്പെട്ടു വന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്കൻഡറി സക്സഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ കുറച്ച് ഓർഗാനിസംസിന്റെ
പേര് കൊടുത്തിട്ടുണ്ട്. അത് എവിടെ കാണുന്നു എന്നുള്ളതാണ്. ഡെസേർട്ട് ബയോംസിലാണോ, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലാണോ, സബ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലാണോ, ടെമ്പറേറ്റ് റെയിൻ ഫോറസ്റ്റിലാണോ എന്നുള്ളത്. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ് എപ്പോഴും നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഭാഗം. ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി റിച്ച് ആയിട്ടുള്ള, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചത് കൂടിയാണ്, ഏറ്റവും അധികം ഹാഫ് ഓഫ് ദ ടോട്ടൽ ഫ്ലോറ ആൻഡ് ഫൗണ ഒക്കെ കാണപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിനകത്താണ്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള ഫ്ലൈയിങ് സ്ക്യൂറൽസും അതുപോലെ തന്നെ ആൻഡ് ഈറ്റേഴ്സ്, ഇതൊക്കെ ഇതിനൊക്കെ കാണപ്പെടുന്നത് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഡെസേർട്ട് ബയോമിലായിരിക്കും. ഡെസേർട്ട് ബയോം. ഇത് ഇങ്ങനെ വിശദീകരിക്കാൻ എന്നാൽ ചിലപ്പോൾ ഈ ക്ലാസ് മുഴുവൻ ഇത് വിശദീകരിക്കാൻ വേണ്ടി പോകേണ്ടി വരും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഓരോന്നും എന്താണ് എന്നുള്ളത് ടെക്സ്റ്റിൽ പറയുന്നത് ജസ്റ്റ് നോക്കി വെക്കാം. ഇവിടെ ഒരു പ്രശ്നം സംഭവിക്കാൻ സാധ്യതയുള്ളത്, നമ്മൾ സാധാരണ ഒരു എളുപ്പപ്പണി നോക്കാൻ ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്യും. ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് അവിടെ ഒരു പ്രശ്നം സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്ന്, സോറി, ഇതിന്റെ ആൻസർ പറഞ്ഞത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഇനി ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്കുള്ള ഒരു പ്രശ്നം വരുന്നത്, ഒരേ സ്പീഷീസ് തന്നെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാവാം. ഒരേ സ്പീഷീസിന് തന്നെ വ്യത്യസ്ത, അത് ചില ഇപ്പം സിംഹവാലൻ കുരങ്ങ് എന്ന് പറയുന്നത് എൻഡമിക് ടു സൈലന്റ് വാലി എന്നാണ് നമ്മൾ പറയാം, അല്ലെങ്കിൽ വെസ്റ്റേൺ ഘട്ട് എന്ന് പറയും. വെസ്റ്റേൺ ഘട്ടിലേക്ക് എൻഡമിക് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. അപ്പോൾ അതേ സമയത്ത് തന്നെ അതിന് കാണപ്പെടുന്ന വേറെയും ചില സ്ഥലങ്ങൾ ഉണ്ടാവാം. ഇന്ത്യയിൽ തന്നെ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ ഇതിനെ കാണപ്പെടാം. അപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ നമ്മുടെ സെർച്ച് ഹിസ്റ്ററിയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റുകളിലൊക്കെ അനലൈസ് ചെയ്തുകൊണ്ടാണ് ഗൂഗിൾ ഒരു സാധനം തരുന്നത്. അത് ശരിയല്ല നമുക്ക് പറയാൻ പറ്റൂല. അതേ സമയത്ത് ടെക്സ്റ്റ് ബുക്കിലുള്ളത് കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ പഠിക്കുന്നത് ഒന്നുകൂടെ നന്നായിരിക്കും. ഇവിടെ കാണുന്ന മരം ഏതാണ്, ഇവിടെ കാണുന്ന ജീവി ഏതാണ്, അല്ലെങ്കിൽ ഈ ജീവി എവിടെയാണ് കാണുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ എളുപ്പത്തിൽ ടെക്സ്റ്റ് നോക്കിയിട്ട് പറയുന്നതാണ് ഒന്നുകൂടെ നല്ലത്. അതേ സമയത്ത് ChatGPT AI യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ഉദാഹരണങ്ങൾ വരും. അപ്പൊ നമുക്ക് അതൊക്കെ പഠിക്കേണ്ടതായിട്ട് വരും. അതിനേക്കാളൊക്കെ നല്ലത് ഈ ഭാഗങ്ങൾ മാത്രം ടെക്സ്റ്റിൽ തന്നെ അതിന്റെ റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ചിലപ്പോൾ ടെക്സ്റ്റ് പൂർണ്ണാർത്ഥത്തിൽ 100% ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിലും ചില ഭാഗങ്ങളിൽ ചെറുതായിട്ടും ചില മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല. അത് ടോട്ടലി നോക്കുന്ന റിസർച്ച് സ്റ്റഡീസും മറ്റൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ അത് ശരിയല്ലെങ്കിൽ പോലും ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണല്ലോ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അത് ടെക്സ്റ്റിൽ നോക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള ആൻസറുകൾ. ഇനി ഇവിടെ ചില മരങ്ങൾ വരാം, പ്ലാന്റ്സ്, അല്ലെങ്കിൽ ചില സ്പെഷ്യൽ ആനിമൽസ്, ഇതിനൊക്കെ എവിടെ കാണുന്നു അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് എന്താണോ പറയുന്നത് ആ ആൻസറിലേക്ക് നമ്മൾ കൂടെ വരിക എന്നുള്ളത് പ്രധാനമായിരിക്കും. കാരണം ആൻസർ കീ എപ്പോഴും തയ്യാറാക്കുന്നത് ബേസ്ഡ് ഓൺ ടെക്സ്റ്റ് ആണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ആൻസർ കീ ഉണ്ടാവുക. നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ഓപ്ഷൻ ചിലപ്പോൾ ശരിയായിരിക്കും. ശരിയാകുമ്പോൾ പോലും നമുക്ക് മാർക്ക് കിട്ടാതിരിക്കാനുള്ള ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് നമ്മള് പിന്നെ ഗൂഗിളിലും മറ്റൊക്കെ നോക്കിയിട്ട് കുറച്ചും കൂടെ വിശാലമായിട്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ഇതിൽ തെറ്റുവരാൻ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് മനസ്സിലാക്കുന്നു. ഇതിൽ തെറ്റുവരൂല. ഗൂഗിളിൽ പറയുന്നതും ശരിയായിരിക്കും, ടെക്സ്റ്റിൽ പറയുന്നതും ശരിയായിരിക്കും. ഓപ്ഷനകത്ത് കൂടുതൽ ശരി ഏതാണ് എന്നുള്ളത് നമ്മൾ നോക്കാം. ഇവിടെ കൊടുക്കുന്ന ഓപ്ഷൻ മുഴുവൻ തെറ്റാണ്, ഒരു ഉത്തരം മാത്രം ശരിയാണ് എന്നുള്ളതായിരിക്കില്ല. കൂടുതൽ ശരി ഏതാണ്, ഇപ്പം ഗൂഗിളിന് കിട്ടിയിട്ടുള്ള ടെക്സ്റ്റ് അനുസരിച്ച് ചിലപ്പം അതായിരിക്കില്ല. കാരണം ഇതൊന്നും വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു എണ്ണമല്ല, അല്ലെങ്കിൽ അക്യുറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചല്ല ഇതിനകത്തൊന്നും ഉണ്ടാവാം. നമുക്കറിയാം ജീവജാലങ്ങളുടെ അവൈലബിലിറ്റി, എണ്ണം എന്നൊക്കെ പറയുന്നത് അതൊക്കെ നമ്മളൊരു ശാസ്ത്രീയമായിട്ട് തന്നെയാണ് അതൊക്കെ കണ്ടെത്തുന്നെങ്കിൽ പോലും ഏകദേശ രൂപങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിൽ ചില ചെറിയ സംഖ്യകളിൽ, അക്കങ്ങളിൽ, അതുപോലെ തന്നെ കാണപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ ചില മാറ്റങ്ങൾ ഉണ്ടാകും. എന്നാൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഇപ്പം കാസിരംഗ നാഷണൽ പാർക്ക്, ഈ എന്താണ് ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം എന്നൊക്കെ പറയുന്നത് കാസിരംഗ നാഷണൽ പാർക്കിൽ മാത്രം കാണപ്പെടുന്നതാണ്. അപ്പോൾ അങ്ങനെ പ്യുവർ എൻഡമിക് എന്ന് പറയുന്നതിനെ നമുക്ക് എന്ത് ചെയ്യാം, ആ രൂപത്തിൽ കാണാം. അല്ലാത്തത് കോമൺ ആയിട്ട് ഉണ്ടാവാം. അപ്പം നിങ്ങൾ ഇതിന് ചെയ്യേണ്ട, ഇത്തരം ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നേരെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാതെ ടെക്സ്റ്റ് ബുക്ക് കൂടെ അതിന് വേണ്ടിയിട്ട് നോക്കാം. ഇവിടെ ഉത്തരം ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. An estuary is a transitional zone. എസ്റ്റുറി എന്ന് പറയുന്നത് നമുക്കറിയാം, ബ്രാക്കിഷ് വാട്ടർ ആണ് എസ്റ്റുറിക്ക് അകത്ത് ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ എസ്റ്റുറി രണ്ട് ഭാഗത്തും, ഇപ്പം സീ ആൻഡ് റിവർ ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ട്രാൻസിഷണൽ സോൺ ആണ്. സീ ആൻഡ് റിവറിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന
അപ്പം എസ്റ്ററി ഈസ് എ ട്രാൻസിഷണൽ സോൺ. എസ്റ്ററി എന്ന് പറയുന്നത് അവിടെ ബ്രാക്കിഷ് വാട്ടർ ആണ്. പ്ലസ് പിന്നെ ബ്രാക്കിഷ് വാട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രഷ് വാട്ടർ, ബ്രാക്കിഷ് വാട്ടർ, സലൈൻ വാട്ടർ, അതിൻ്റെയൊക്കെ ബേസ്ഡ് ഓൺ സാൾട്ട് കണ്ടന്റ് അതിന്റെ അളവുകൾ പഠിച്ചു വെക്കാം. നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ഒരു ക്വസ്റ്റ്യൻ എഴുതുന്നു അതിന്റെ ആൻസർ എഴുതി വെക്കുന്നു എന്നുള്ള പഠന രീതിയിലേക്ക് പോകരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എപ്പോഴും 50 ക്വസ്റ്റ്യൻ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ആ രൂപത്തിലുള്ള പഠനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ രൂപത്തിൽ തന്നെ അത് കണക്ട് ചെയ്തുകൊണ്ട് എഴുതുന്നത്. ഓക്കെ, അപ്പം എസ്റ്ററി ഈസ് എ ട്രാൻസിഷണൽ സോൺ റെപ്രസെന്റിങ്, അതാണ് ക്വസ്റ്റ്യൻ. എസ്റ്ററി എന്ന് പറയുന്നത് എന്താണ് എന്ന് തിരിയാത്ത ഒരാൾക്ക് ഇത് എഴുതാൻ പറ്റൂല, ഒന്ന്. രണ്ടാമത്തത്, ഇതിനകത്ത് ഇതിനോട് കണക്ട് ചെയ്ത് വരുന്ന ബാക്കിയുള്ളതും കൂടെ നമ്മൾ പഠിക്കണം. അപ്പം ട്രാൻസിഷണൽ സോൺ ബിറ്റ്വീൻ എന്നാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, സീ ആൻഡ് റിവർ, ഒരു കടലും അതുപോലെ തന്നെ പുഴയും തമ്മിൽ ചേരുന്ന, നമ്മൾ അഴിമുഖം എന്നൊക്കെ വിളിക്കുന്ന ഭാഗമാണ് ഈ എസ്റ്റുറി. എസ്റ്റുറിന്റെ പ്രത്യേകത, ഇതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതായത് ഈ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, സ്പീഷീസ് റിച്ച് ആയിട്ടുള്ള, ബയോഡൈവേഴ്സിറ്റി റിച്ച് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. മത്സ്യങ്ങളുടെയൊക്കെ പ്രജനന കേന്ദ്രങ്ങളും മറ്റുമൊക്കെയുള്ള ഏറ്റവും സ്പീഷീസ് റിച്ച് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ സാൾട്ട് കണ്ടന്റിൽ വ്യത്യാസം ഉണ്ടാകും. അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഒരു പ്രത്യേകത ഉണ്ടാകും. ഇത് കണക്ട് ചെയ്യുന്ന ഭാഗമാണ്, രണ്ടും കൂടെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗമാണ്. ഓക്കെ, നമുക്ക് അതിന്റെ ഓപ്ഷനിലേക്ക് പോവാം. ഓപ്ഷനകത്ത് എസ്റ്റുറി എന്ന് പറയുന്നത് ഫസ്റ്റ് ഏരിയ ഓഫ് സലൈൻ വാട്ടർ, വാട്ടറിന്റെ ഒരുപാട് സലൈൻ വാട്ടർ ഉള്ള ഏരിയ ആണ്. സ്മോൾ നമ്പർ ഓഫ് ഓർഗാനിസംസ്, then great productivity built on a large base. Small variation in estuaries physical environment. അപ്പൊ അതില് നമുക്ക് ഇവിടെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒരു ഓപ്ഷൻ, ഇവിടെ ഗ്രേറ്റ് പ്രൊഡക്ടിവിറ്റി വേറെയും ലാർജ് ബേസ് എന്നുള്ളത് വേറെയും ആണെങ്കിൽ അവിടെ നമ്മൾ ഗ്രേറ്റ് പ്രൊഡക്ടിവിറ്റി തന്നെയാണ് എഴുതേണ്ടത്. ഇവിടെ നമുക്ക് ഓപ്ഷനിൽ വരുന്നത് കറക്റ്റ് ആയിട്ട് ഗ്രേറ്റ് പ്രൊഡക്ടിവിറ്റി ബിൽറ്റ് ഓൺ എ ലാർജ് ബേസ്. അതുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, അതവിടെ കൊടുക്കാം. സലൈൻ വാട്ടറിന്റെ വലിയ ഏരിയ അല്ല അത്, നമുക്കറിയാം. സലൈൻ വാട്ടർ അല്ല, ഫ്രഷ് വാട്ടറും സലൈൻ വാട്ടറും കൂടെ തമ്മിൽ ചേരുന്ന ബ്രാക്കിഷ് വാട്ടറിന്റെ ഏരിയ ആണ് എസ്റ്റുറീസ് എന്ന് പറയുന്നത്. മലയാളത്തിൽ അഴിമുഖം എന്ന് പറയും. നമ്മൾ ഈ അഴിമുഖത്ത് നമ്മൾ പോയിട്ടുണ്ടാകും. അപ്പം ഇങ്ങനെ ഒരു കടലിലേക്ക് നീട്ടി വെച്ചിട്ടുള്ള ഈ നമ്മൾ പുളിമുട്ട് എന്നൊക്കെ പറയുന്ന ചില ഭാഗങ്ങളുണ്ട്, പാലങ്ങൾ പോലെ നമുക്കിങ്ങനെ നടന്നു പോകാനൊക്കെ പറ്റുന്ന സ്പേസുകൾ. ആ സ്പേസിന്റെ രണ്ട് ഭാഗത്ത്, ഒരു ഭാഗത്ത് പുഴയും ഒരു ഭാഗത്ത് കടലും ഉണ്ടാവും. ഇത് രണ്ടും തമ്മിൽ ചേരുന്ന ഭാഗങ്ങളുണ്ടാവും. ഈ ചേരുന്ന ഭാഗത്തെയാണ് നമ്മൾ എസ്റ്റുറീസ് എന്ന് പറയുന്നത്. ഏറ്റവും അധികം പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം റിച്ച് ആയിട്ടുള്ള, ബയോഡൈവേഴ്സിറ്റി റിച്ച് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എസ്റ്റുറീസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഓർമ്മയിലുണ്ടാവും. വിച്ച് ബയോം എക്സ്പീരിയൻസസ് ഇന്റൻസ് ഹീറ്റ് ആൻഡ് സ്ട്രോങ് വിൻഡ്. ഇവിടെ അത് ഉദ്ദേശിക്കുന്നത് ടോട്ടലി ഡ്രൈ ആക്കുക എന്നുള്ളതാണ്. ജലാംശം മുഴുവനായിട്ടും നഷ്ടപ്പെടുത്തിയിട്ട് അതിനെ ഡ്രൈ ആക്കുക എന്നുള്ളതാണ് ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇൻ ദ മന്ത് ഓഫ് ഏപ്രിൽ ആൻഡ് ജൂൺ എവിടെയാണ് ഇങ്ങനെ ഹീറ്റ് ആൻഡ് സ്ട്രോങ് വിൻഡ് വരുന്നതും അതുപോലെ തന്നെ ടോട്ടലി ജലാംശം മുഴുവൻ ഇല്ലാതെയാകുന്നതും, അവിടെ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് തന്നെ ഒറ്റ അടിക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ തന്നെയാണ് ഈ ഡെസേർട്ട് ബയോം എന്ന് പറയുന്നത്. കാരണം ഡെസേർട്ടിലാണ് ഈ ഹീറ്റ് അതുപോലെ തന്നെ സ്ട്രോങ് വിൻഡ്, ഇതിന്റെ രണ്ടിന്റെയും ഒരു ഏരിയ എന്ന് പറയുന്നത് ഡെസേർട്ട് ബയോമാണ്. ഫോറസ്റ്റ് എന്തായാലും ഇല്ല, ഗ്രാസ് ലാൻഡും പിന്നെ കുറച്ചുകൂടി സാധ്യതയുള്ളത് ഗ്രാസ് ലാൻഡാണ്. നമ്മൾ സെമി ഏരിഡ് എന്നൊക്കെ പറയുന്നത്. തുന്ദ്ര എന്ന് പറയുന്നത് കുറച്ചും കൂടെ പോൾ റീജിയനിൽ കുറച്ചും കൂടെ തണുത്ത ഏരിയ ആണ്. അപ്പം ഇതിനകത്ത് കുറച്ചും കൂടെ നമുക്ക് ഫൈനലി ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഡെസേർട്ട് ബയോം എന്നുള്ളതാണ്. ബയോം എന്നുള്ളത് നിങ്ങൾ ഇതിന്റെ ഒരു ശ്രേണി പഠിച്ചു വെക്കണം. ബയോം, ബയോസ്ഫിയർ, അതുപോലെ തന്നെ അത് ഒരു ഇൻഡിവിജ്വൽ വരെ വരുന്ന എക്കോസിസ്റ്റം ഒക്കെ കഴിഞ്ഞ് ഇൻഡിവിജ്വൽ വരെ വരുന്ന ഒരു പാർട്ട് ഉണ്ട്. അതും കൂടെ ടെക്സ്റ്റിനകത്ത് നിന്ന് നോക്കിയിട്ട് അതിന് ആരോ മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. ഏറ്റവും ടോപ്പിൽ ഏതാണ്, പിന്നെ ഏതാണ്, പിന്നെ ഏതാണ്, ലാസ്റ്റ് ഒരു ഇൻഡിവിജ്വൽ വരെ എത്തുന്ന ഒരു ശ്രേണി ഉണ്ടാവും. അത് ജസ്റ്റ് പഠിച്ചേക്കാം. ബയോ എന്ന് കണ്ടാൽ എവിടെ കണ്ടാലും അത് ജീവനുള്ള ഭാഗങ്ങളാണ് എന്നുള്ളത് കൂടെ മനസ്സിലാക്കി വെച്ചാൽ മതി. ജീവൻ നിലനിൽക്കുന്ന ഭാഗം, ബയോസ്ഫിയർ എന്നൊക്കെ നമ്മൾ പറയുന്നത് കൊണ്ടാണല്ലോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് അക്വാട്ടിക് ഓർഗാനിസം ഈസ് ഫൗണ്ട് ലിവിങ് അറ്റ് ദ ബോട്ടം ഓഫ് വാട്ടർ മാസസ്. വെള്ളത്തിന്റെ ഏറ്റവും ബോട്ടം ലെവലില്. അപ്പം ബെൻതോസ്, ന്യൂസ്റ്റോൺ, നെക്ടോൺ, പെരിഫൈറ്റൻ, ഇതിന്റെ കൂടെ പ്ലാങ്ക്ടൺ കൂടെ ഉണ്ടാകും. അത് ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കാം. പ്ലാങ്ക്ടൺ മുതൽ പെരിഫൈറ്റൻ, നെക്ടോൺ, ന്യൂസ്റ്റോൺ, ബെൻതോസ്.
ബെൻതോസ് എന്ന് പറയുന്നത് ബെൻതിക് എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് എന്താണ് ഏറ്റവും ബോട്ടം ലെവൽ ഓഫ് ഓഷ്യൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബെൻതിക്. അതേ രൂപത്തിൽ അവിടെ കാണുന്ന ജീവജാലങ്ങളെയാണ് ബെൻതോസ് എന്ന് പറയുന്നത്. രണ്ടും കൂടെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്താൽ മതി. അപ്പൊ ഇതില് ന്യൂസ്റ്റോൺ എന്താണ്, നെക്ടോൺ എന്താണ്, പെരിഫൈത്തൻ എന്താണ്, പ്ലാങ്ക്ടൺ എന്താണ്, ഓരോന്നും അറിഞ്ഞിരിക്കുക എന്നല്ലാതെ വേറെ ഒരു ഓപ്ഷനും ഇല്ല. അപ്പൊ അത് എന്താണ് എന്നുള്ളത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഏതാണ് ടോപ്പിലുള്ളത്, ഏതാണ് സ്വിം ചെയ്യാൻ പറ്റുന്നത്, എന്തിനാണ് സ്വിം ചെയ്യാൻ പറ്റാത്തത്, ദെൻ ഇൻവെർട്ടിബ്രേറ്റ് ആയിട്ടുള്ളത് ഏതാണ്, നട്ടലില്ലാത്ത ജീവജാലങ്ങൾ ഉള്ളത് ഏതാണ്, ദെൻ ബോട്ടം ലെവലിൽ കാണപ്പെടുന്ന ഏതാണ്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, ഓരോന്നിനെയും ഇത് 5 ഉണ്ടാവും. ഇതിൽ 4 ഓപ്ഷനേ ഉള്ളത്. പ്ലാങ്ക്ടൺ കൂടെ ഇതിനകത്തേക്ക് ചേരും. അപ്പോൾ പ്ലാങ്ക്ടൺ എന്താണ്, ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വെറുതെ ChatGPT-ലോ അല്ലെങ്കിൽ AI-ൽ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും. ഒരു 2 വരി 1 വരിയിലൊക്കെ നമുക്ക് ആൻസർ അത് കിട്ടിയാൽ മതി. ടെക്സ്റ്റിൽ എവിടെയുള്ളത് നോക്കി പോകേണ്ട ആവശ്യമൊന്നുമില്ല. പെരിഫൈത്തൻ എന്താണ്, നെക്ടോൺ എന്താണ്, ന്യൂസ്റ്റോൺ എന്താണ്, ബെൻതോസ് എന്താണ്, ദെൻ അതുപോലെ തന്നെ എന്താണ് പ്ലാങ്ക്ടൺ എന്താണ്, അത് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നോക്കണം. ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ബെൻതോസ് ആണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ റിന്യൂവബിൾ റിസോഴ്സ്. ഇത് ചോദിക്കും, കാരണം ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ആയിട്ട് ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത്. നോൺ റിന്യൂവബിൾ റിസോഴ്സുകൾ നമുക്ക് ഈ ഭൂമിയിൽ ലഭ്യമല്ലാതിരിക്കുകയും പിന്നെ വലിയ രൂപത്തിൽ അതിനുള്ള ക്ഷാമം നേരിടുകയും പ്രശ്നം നേരിടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് റിന്യൂവബിൾ റിസോഴ്സ് എന്താണ് എന്നുള്ളൊരു അന്വേഷണം വളരെ പ്രധാനമായിട്ടുണ്ടാകും. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ റിന്യൂവബിൾ റിസോഴ്സസ്. ഇവിടെ 4 കാര്യങ്ങൾ റിന്യൂവബിൾ നോട്ട് ചെയ്യുന്നുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത്. നേരത്തെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇങ്ങനെ ജസ്റ്റ് നോക്കിയാൽ മതിയാകും. റിന്യൂവബിൾ റിസോഴ്സ്, നോൺ റിന്യൂവബിൾ റിസോഴ്സ്, കൺവെൻഷണൽ റിസോഴ്സ്, നോൺ കൺവെൻഷണൽ റിസോഴ്സ്. റിന്യൂവബിൾ എന്ന് പറയുന്നത് പുനരുൽപാദിപ്പിക്കാൻ പറ്റുന്ന വിഭവങ്ങളാണ്. നോൺ റിന്യൂവബിൾ എന്ന് പറയുന്നത് പുനരുൽപാദിപ്പിക്കാൻ പറ്റാത്ത വിഭവങ്ങളാണ്. ഇനി കൺവെൻഷണൽ എനർജി സോഴ്സും നോൺ കൺവെൻഷണൽ എനർജി സോഴ്സും ഉണ്ട്. കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ച് വരുന്നത്, അതെപ്പോഴും എന്തായിരിക്കും, നോൺ റിന്യൂവബിൾ ആയിരിക്കും. കാരണം നമുക്കറിയാം നമ്മളിപ്പോ നിലവിൽ ഉപയോഗിക്കുന്ന ഏകദേശം എല്ലാ എനർജി സോഴ്സുകളും റിസോഴ്സുകളും നോൺ റിന്യൂവബിൾ ആണ്. ഫോസിൽ ഫ്യൂവലും പെട്രോളിയം, കോളും അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ് തുടങ്ങിയിട്ടുള്ളതൊക്കെ നോൺ റിന്യൂവബിൾ ആണ്. അതുകൊണ്ട് അതൊക്കെ എന്തായിരിക്കും, പിന്നെ നോൺ കൺവെൻഷനൽ ആയിരിക്കും, പാരമ്പര്യമായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്നതായിരിക്കും. നോൺ കൺവെൻഷനൽ എന്ന് പറയുന്നത് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. പാരമ്പര്യമായിട്ട് നമ്മൾ ഉപയോഗിക്കാതെ പുതിയ കാലത്ത് നമ്മൾ റിസർച്ചുകളൊക്കെ നടത്തി കണ്ടെത്തിയിട്ട് നേരത്തെ ഉള്ളത് തന്നെയാണ്, പക്ഷെ പുതിയ കാലത്ത് നമ്മൾ കുറച്ചും കൂടി അതിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കുന്നു. അതിൽ പെട്ടതാണ് വിൻഡ്, സോളാർ തുടങ്ങിയിട്ടുള്ളതൊക്കെ. ജിയോ തെർമൽ, വിൻഡ്, സോളാർ തുടങ്ങിയിട്ടുള്ളതൊക്കെ അതിൽപ്പെട്ടതാണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ കുറച്ചും കൂടി എളുപ്പമാണ് നമുക്ക്. റിന്യൂവബിൾ റിസോഴ്സ്, ഫോറസ്റ്റ് നമുക്കറിയാം, എത്ര വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. വീണ്ടും വീണ്ടും പുനരുൽപാദിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ് ഫോറസ്റ്റ്. കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് എല്ലാം നോൺ റിന്യൂവബിൾ ആണ്, നമുക്ക് പുനരുൽപാദിപ്പിക്കൽ സാധ്യമല്ല. ഇവിടെ 4 കാര്യങ്ങൾ പഠിക്കണം. ഇവിടെ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് കാണുന്നുണ്ടെങ്കിൽ അവിടെ നോൺ റിന്യൂവബിൾ എന്താണ്, റിന്യൂവബിൾ എന്താണ്, കൺവെൻഷണൽ എന്താണ്, നോൺ കൺവെൻഷണൽ എന്താണ്. നേരെ റെസിപ്രോക്കൽ ആണ്. കൺവെൻഷണൽ നോൺ റിന്യൂവബിൾ, റിന്യൂവബിൾ എന്താണ് നോൺ കൺവെൻഷണൽ. ഇതിൽ ചില മാറ്റങ്ങളുണ്ട്. വാട്ടർ ഒക്കെ വരുന്ന സമയത്ത് വാട്ടർ കൺവെൻഷണൽ ആണ്, പക്ഷെ നമുക്ക് റിന്യൂവബിളും കൂടിയാണ്. അപ്പം അത്തരം ആ ഒരു മാറ്റം കൂടെ ശ്രദ്ധിക്കുക. എല്ലാം ഇങ്ങനെ ഓപ്പോസിറ്റ് ഇട്ട് പോവുകയും ചെയ്യരുത്. സോളിഡ് വാട്ടർ ചേഞ്ചസ് ഡയറക്ട്ലി ടു വേപ്പർ ഫേസ്. സോളിഡ് ശരിക്കും ആദ്യം ഒരു സോളിഡ് ആണെങ്കിൽ അത് പിന്നെ ലിക്വിഡ് ആകും. ലിക്വിഡ് ആയിട്ടാണ് പിന്നെ അത് നീരാവിയായിട്ട് പോവാം. സാധാരണ എങ്ങനെയാണല്ലോ ഉണ്ടാവേണ്ടത്. ഒരു ഐസ് ആണെങ്കിൽ ഐസ് സോളിഡ് ആണ്, സോളിഡ് ക്രിസ്റ്റൽ ആണ്, അത് ലിക്വിഡ് ആയിട്ട് മാറും. ലിക്വിഡ് ആയിട്ട് മാറിയിട്ടുള്ള ഐസ് പിന്നെ എന്ത് ചെയ്യും, മുകളിലേക്ക് നീരാവിയായിട്ട് മുകളിലേക്ക് പോകും. ഈ പ്രോസസ്സാണ് സാധാരണ നടക്കേണ്ടത്. പക്ഷെ ചില സമയങ്ങളിൽ സോളിഡ് ഡയറക്റ്റ് ആയിട്ട് എന്തായിട്ട് മാറും, ലിക്വിഡ് ആവാതെ, ലിക്വിഡ് ഫേസിലേക്ക് വരാതെ ഡയറക്റ്റ് ആയിട്ട് വേപ്പർ ഫേസിലേക്ക് പോകും. വേപ്പർ എന്ന് പറയുന്നത് വേണം നീരാവി എന്ന് പറയാം, നീരാവിയായിട്ട് മാറും. ഞാൻ ഉദാഹരണം പറഞ്ഞു, ഐസ് ആണെങ്കിൽ ഐസ് ലിക്വിഡായി, ലിക്വിഡ് ആയതിനു ശേഷം അത് വേപ്പർ ഫേസിലേക്ക് പോവാണ് ചെയ്യുക. ഇവിടെ സംഭവിക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, സോളിഡ് നേരിട്ട് ഒരു വേപ്പർ ഫേസിലേക്ക് പോവാണ്. അപ്പൊ അവിടെ
ഏതാണ് ക്വസ്റ്റ്യൻ എന്താണ്? ദ പ്രോസസ് ബൈ വിച്ച് സോളിഡ് വാട്ടർ ചേഞ്ചസ് ഡയറക്ട്ലി ടു വേപ്പർ ഫേസ് ഈസ് നോൺ ആസ് എന്നുള്ളതാണ്. ഡയറക്റ്റ് ആയിട്ട് വേപ്പർ ഫേസിലേക്ക് പോകുന്നത് ഏതാണ്? ഒറ്റവാക്കിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടാകും, സബ്ലിമേഷൻ എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. പക്ഷെ ഇവിടെ ഈ ഉത്തരത്തിൽ നിങ്ങൾ ഒതുങ്ങിക്കരുത്, ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നോക്കണം. പ്രസിപ്പിറ്റേഷൻ എപ്പോഴും നമ്മൾ റെയിൻ എന്നുള്ളത് ആലോചിച്ചാൽ മതി. മഴയായിട്ടാണെങ്കിലും മഞ്ഞായിട്ടാണെങ്കിലും കണ്ടൻസ് ചെയ്തിട്ടുള്ള വാട്ടർ ഒക്കെ എന്ത് ചെയ്യുന്നു, താഴേക്ക് പതിക്കുക എന്നുള്ളതാണ് പ്രസിപ്പിറ്റേഷൻ എന്നുള്ള വാക്ക് എവിടെ കണ്ടാലും മഴ എന്ന് ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഈക്വൽ ടു മഴ എന്ന അർത്ഥം വെക്കരുത്, എന്നാൽ നമുക്ക് വേണമെങ്കിൽ പറയാം പ്രസിപ്പിറ്റേഷൻ അത് മഴയാവാം, മഞ്ഞാവാം. ആ മഞ്ഞിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സിൽറ്റും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സ്നോ എന്നൊക്കെ പറഞ്ഞിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങളുണ്ടല്ലോ, അത് നമുക്ക് നോക്കാം. ഇവിടെ സബ്ലിമേഷൻ ആണ് നമ്മൾ ഇതിന്റെ ഒരു ഉത്തരമായിട്ട് പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് സോളിഡിൽ നിന്ന് വേപ്പർ ആയിട്ട് മാറുന്നു. ദെൻ മറ്റൊരു ഓപ്ഷൻ ഇവാപറേഷൻ. ഇവാപറേഷൻ എന്ന് പറഞ്ഞാൽ ബാഷ്പീകരണം എന്നുള്ളതാണ്. നേരെ പ്രസിപ്പിറ്റേഷന്റെ നേരെ ഓപ്പോസിറ്റ്. പ്രസിപ്പിറ്റേഷൻ എന്നുള്ളതിന്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് വരുന്നതാണ് ഇവാപറേഷൻ. ട്രാൻസ്പിരേഷൻ. ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത് ചോദിക്കാൻ ചിലപ്പം ഇത് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ട്രാൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിന്റെ ലീവ്സിൽ നിന്ന്, അതായത് ഇലകളിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നു, വെള്ളം വേപ്പർ ആയിട്ട് പോകുന്നതിനാണ് എന്ത് പറയാം, ട്രാൻസ്പിരേഷൻ എന്ന് പറയാം. അപ്പൊ ട്രാൻസ്പിരേഷൻ എന്നുള്ളത് നമ്മൾ ലീവ്സ് എന്ന് പറഞ്ഞിട്ട് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഇത് മാത്രം ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി ആണ് ഇപ്പൊ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇത് സാധാരണ ക്വസ്റ്റ്യൻ വരുന്നതല്ല, പക്ഷെ ഇത് തിരിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇവാപറേഷൻ എന്താന്നുള്ളത് തിരിയുള്ളൂ. അതാണ് ഈ 4 ഓപ്ഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത് പ്ലാന്റ്സിന്റെ ലീവ്സ്, അതായത് മരത്തിന്റെ ഇലകളിൽ നിന്ന് എന്ത് ചെയ്യും, ചൂട് തട്ടുന്ന സമയത്ത് ഇലകളിൽ നിന്ന് ഈ വെള്ളം മുകളിലേക്ക് പോകും. അതിനാണ് എന്ത് പറയുന്നത്, ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇവാപറേഷൻ, സബ്ലിമേഷൻ ആൻഡ് പ്രസിപ്പിറ്റേഷൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ട്രഡീഷണൽ വാട്ടർ മാനേജ്മെന്റ് ഇൻ ഇന്ത്യ? ഇത് ടെക്സ്റ്റിനകത്ത് വാട്ടർ മാനേജ്മെന്റ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. ആ ഭാഗം ഒന്ന് നന്നായിട്ട് നോക്കണം. അതിൽ എക്സാമ്പിൾസ് നോക്കണം. നമ്മള് എക്സാമ്പിൾസിലേക്ക് കാര്യമായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ക്വസ്റ്റ്യൻ ഒക്കെ വന്നിട്ടുള്ളത് അതിന്റെ ബേസിലാണ്. അപ്പൊ ആ ഭാഗം നമ്മൾ അതിന്റെ ഒരു എക്സാമ്പിൾ ഒന്ന് ജസ്റ്റ്, ഇതിനൊക്കെ ചിത്രം അതിൽ കൊടുത്തിട്ടുണ്ടാവും, അതൊന്ന് ജസ്റ്റ് നോക്കുന്നത് നല്ലതായിരിക്കും. അതിന്റെ ഒരു എക്സാമ്പിൾ എന്താണ് എന്ന് നോക്കുന്നത് നല്ലതാണ്. ഇതില് നോട്ട് എ ട്രഡീഷണൽ വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റം എന്നുള്ളതാണ്. ക്വസ്റ്റ്യന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാരമ്പര്യമായിട്ട് നമ്മൾ ഉപയോഗിച്ചു വരുന്ന വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്, അതാണ് ശരിക്കും അതിനകത്ത് ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ട് കാണിച്ചു തരുന്നത്. അതല്ലാത്തത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. പാരമ്പര്യമായിട്ട് നമ്മൾ അല്ലാത്ത വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റം ഏതാണ് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. ദെൻ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. ഇതാണ് നമുക്ക് പാരമ്പര്യമായിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത പുതിയ ഒന്ന്. ബാക്കിയൊക്കെ ജൊഹാദ്സ് എന്ന് പറയുന്നതും കുൾസ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ബാംബു ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്നതൊക്കെ ഇതിന്റെയൊക്കെ ചിത്രങ്ങളുണ്ട് കേട്ടോ. ഈ ജൊഹാദ്സ് ഇതൊക്കെ ഒരു വാട്ടർ ഇറിഗേഷൻ ഫെസിലിറ്റീസ് ആണ്, അതായത് ജലസേചനത്തിന് വേണ്ടിയിട്ട് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ജലസംഭരണികളും അതുപോലെ തന്നെ സിസ്റ്റംസ് ഒക്കെ ഉപയോഗിച്ചിരുന്നു എന്ന് പറയാലോ. അപ്പം ആ സിസ്റ്റത്തിൽ പുതിയതായിട്ട് പാരമ്പര്യമായിട്ട് ഇന്ത്യയിൽ ഉപയോഗിക്കാത്ത, ചിലപ്പോൾ വേറെ രാജ്യങ്ങളിൽ ഉണ്ടാവാം, ഇന്ത്യയിൽ ഉപയോഗിക്കാത്ത ഏതാണ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ആ ടെക്സ്റ്റ് ബുക്കിലെ ആ ഭാഗങ്ങൾ കുറച്ചേ ഉള്ളൂ, ഒരു 3-4 പിക്ചറുകൾ. ആ പിക്ചറാണ് ഇന്ത്യയിൽ പാരമ്പര്യമായിട്ട് ഉപയോഗിച്ചു വന്നിരുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് പറയാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ മെഷർ ടു കൺട്രോൾ സോയിൽ ഇറോഷൻ? വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ മെഷർ? ഈ നോട്ട് വരുമ്പോൾ എപ്പോഴും നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അത് കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളത് കൂടെയാണല്ലോ അവരുടെ ഒരു ലക്ഷ്യം. നോട്ട് എ മെഷർ ടു കൺട്രോൾ സോയിൽ ഇറോഷൻ. സോയിൽ ഇറോഷൻ കൺട്രോൾ ചെയ്യാനുള്ള മെഷർ അല്ലാത്തത് ഒന്ന്, ഗ്രോയിങ് ഗ്രാസ്, ശ്രബ്സ് ആൻഡ് ട്രീസ്. ഇത് സോയിൽ ഇറോഷനെ കൺട്രോൾ ചെയ്യുന്ന ഒരു മെഷറാണ്. പുല്ലുകൾ വളരുക, ശ്രബ്സ് ഉണ്ടാവുക, അതുപോലെ തന്നെ ട്രീസ് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത്. പിന്നെ ഫോർമേഷൻ ഓഫ് ബ്രോഡ് വാൾസ് അലോങ് ദ കോസ്റ്റ്. കോസ്റ്റിൽ എന്ത് ചെയ്യുക, വലിയ പിന്നെ മതിലുകൾ ഉണ്ടാവുക. അപ്പൊ നമ്മള്
ഈ തടയണകൾ എന്നൊക്കെ പറയുന്ന തടയണകൾ കെട്ടുക എന്ന് പറയുന്നത് അറിയാം, സോയിൽ ഇറോഷനെ തടയുന്ന മെഷർ തന്നെയാണ്. ദെൻ മൂന്നാമത്തെ ഓപ്ഷൻ, റിമൂവിങ് ബിഗർ ട്രീസ് അലോങ് ദ സ്ലോപ്പ്. സ്ലോപ്പിൽ നിന്ന് വലിയ മരങ്ങൾ വെട്ടി ഒഴിവാക്കുക. ഇതിന്റെ അർത്ഥം അറിയുന്ന ഒരാൾക്ക് ഒറ്റയടിക്ക് ഇതാണ് ആൻസർ എന്ന് പറയാൻ പറ്റും. കാരണം എന്താണ്, ഈ സ്ലോപ്പിൽ നിന്ന് മണ്ണിനെ പിടിച്ചു നിർത്തുന്നത് ഈ മരത്തിന്റെ വേരുകളായിരിക്കും. ഉരുൾപൊട്ടലുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പാറയുടെ മേൽ കൂടുതൽ മരങ്ങളില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യനും കൂടെ ആൻസറാണ്. അപ്പൊ ടോട്ടലി ഒന്നായിട്ട് കൂടെ ഇളകിയിട്ട് പോരും എന്നുള്ളതാണ്. ആ ഇളകി പോരുന്നതിനെയാണ് നമ്മൾ മണ്ണൊലിപ്പ് എന്ന് പറയുന്നത്. മണ്ണൊലിപ്പ് എന്ന് പറയുന്നതിന്റെ ഒരു വലിയ രൂപമാണല്ലോ ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്. ആ ഒരു ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ്. ചെക്ക് ഡാംസ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ ഡാമുകളെയാണ് നമ്മൾ ചെക്ക് ഡാം എന്ന് പറയുന്നത്. ഡാം പറയുമ്പോൾ നർമ്മദ ബച്ചാവോ ആൻഡോളനെ കുറിച്ച്, അതുപോലെ തന്നെ നർമ്മദ വാലി ഡെവലപ്മെന്റ് പ്രൊജക്ടിനെ കുറിച്ച്, പിന്നെ NBDP, മേധ പട്കർ 1980 ആരംഭിച്ച സമരങ്ങൾ, 85 ഉണ്ടായിട്ടുള്ള അതിന്റെ ഒരു പീക്ക് ലെവൽ, ദെൻ 2017 ഡാമിന്റെ ഉദ്ഘാടനം, 30 ഡാമുകൾ, 135 മീഡിയം ഡാമുകൾ, അതുപോലെ 3000-ഓളം ചെറിയ ഡാമുകൾ, ഇങ്ങനെ അതിന്റെ ഡാമിന്റെ കണക്കുകൾ. പിന്നെ അതുപോലെ തന്നെ ഈ ഡിസ്പ്ലേസ്ഡ് എൻവയോൺമെന്റൽ റെഫ്യൂജീസ് എന്നൊരു വിഭാഗം, പാരിസ്ഥിതിക അഭയാർത്ഥികൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന വിഭാഗങ്ങൾ, ഇതൊക്കെ അതുമായിട്ട് കണക്ട് ചെയ്ത് ഇങ്ങനെ പോവാം ഡാമുമായി ബന്ധപ്പെടുന്ന സമയത്ത്. ദ ടെമ്പിൾസ് ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് പറഞ്ഞ ഡാമിനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്, ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി. എനിക്കേസ് ചോദിക്കാം. അത്തരം ചോദ്യങ്ങളൊക്കെ കണക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നോക്കി വെക്കുന്നതല്ലാണ്. ഗാന്ധിയുടെ നേച്ചർ ഹാസ് ലെഫ്റ്റ് ടു മീറ്റ് അവർ നീഡ് നോട്ട് അവർ ഗീഡ് എന്ന് പറയുന്നത്, ദെൻ സൈലൻസ് സ്പ്രിംഗ് പോലുള്ള പുസ്തകങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ലെങ്കിലും അതൊക്കെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാം. ഇനി അത് ക്വസ്റ്റ്യൻ വന്നില്ല എന്നുള്ളത് കൊണ്ട് പഠിച്ചത് വെറുതെ ആവുന്നില്ല, നമുക്ക് അത് നോക്കി വെക്കും ചെയ്യാം. ചെക്ക് ഡാംസ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഡാമുകൾ എന്നർത്ഥം വെച്ച് കറക്റ്റ് ഇത് ചെറിയ ഡാമിനാണോ ചെക്ക് ഡാം എന്ന് പറയുന്നത് വെച്ചാൽ അങ്ങനെ ആയിരിക്കില്ല. നമുക്ക് മനസ്സിലാക്കാൻ നേരത്തെ പ്രസിപ്പിറ്റേഷൻ എന്നുള്ളത് മഴ എന്ന് ഓർത്ത് വെക്കണം എന്ന് പറയുന്ന പോലെ എക്സാം ബേസിൽ പഠിക്കുന്ന സമയത്ത് ആ രൂപത്തിൽ നമുക്കതിനെ മനസ്സിലാക്കാം. ഓക്കെ, ദ നെക്സ്റ്റ്, which one of the following is an ecological significance of forest? Which one of the following is an ecological significance of forest? ഫോറസ്റ്റിന്റെ ഇക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. അതിലുള്ള ഏകദേശം ഉത്തരങ്ങളൊക്കെ ഉത്തരമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരിയിൽ കൂടുതൽ ശരി ഏത് എന്ന അന്വേഷണമാണ് നമ്മുടെ ഇതിന്റെ ഉത്തരമായിട്ട് വരിക. ഇതില് ഓപ്ഷൻ എ ആണ്. നിങ്ങൾ ഓപ്ഷൻ കാണുന്നുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൂടുതൽ വായിക്കാത്തത്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. ബാക്കിയുള്ളതെല്ലാം പിന്നെ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ഫോറസ്റ്റിന്റെ സർവീസുകളും മറ്റൊക്കെ തന്നെയാണ്. അപ്പൊ നമുക്ക് വുഡ് ആൻഡ് ബാംബു പൾപ്സ് യൂസ്ഡ് ഫോർ മാനുഫാക്ചറിങ് പേപ്പർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് ഒരു ഇക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാം. ദെൻ സോയിൽ ഇറോഷൻ ഇല്ല, സോയിൽ ഇറോഷൻ എന്ന് തന്നെയാണ്. മണ്ണൊലിപ്പ്, അതായത് മണ്ണൊലിപ്പിനെ അതിനെ മോണിറ്റർ ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ അതിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് പറയാം. ദെൻ സപ്പോർട്ട് ലൈവ്ലിഹുഡ് ഓഫ് മെനി ട്രൈബൽ കമ്മ്യൂണിറ്റീസ്, അതൊരു ഹ്യൂമൻ ബീങ്സിലേക്ക് കണക്ട് ചെയ്യുന്നതാണ്, ഇക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് അല്ല. ദെൻ നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ എ ഇസ് കറക്റ്റ്, പ്രൊവൈഡിങ് ന്യൂമറസ് ലൈഫ് സസ്റ്റൈനിങ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ്, അതായത് ഇക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് ആയിട്ട് നമുക്ക് പറയാം. ഇനി ഇതിനേക്കാൾ കുറച്ചും കൂടെ ഇതൊരു എക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് പ്യുവർ കുറച്ചും കൂടെ ഇതിനേക്കാൾ നല്ല എക്കോളജിക്കൽ സിഗ്നിഫിക്കൻസുകൾ കൊടുക്കാൻ പറ്റും ഓപ്ഷനിനകത്ത്. നിലവിൽ തമ്മിൽ ഭേദം എന്ന് പറയുന്ന ഒന്നിനെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. ഇതാണോ കറക്റ്റ് ആൻസർ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതിനാണ് ഉത്തരം. എന്നാൽ ഈ ക്വസ്റ്റ്യൻ ഇതാണോ ആൻസർ എന്നുള്ള ചോദ്യത്തിന് ഈ ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ് ആൻസർ എന്നുള്ളത് കൂടെയാണ് അതിന്റെ ഉത്തരം വരുന്നത്. ദെൻ ഞങ്ങൾ ഏകദേശം അവസാനിപ്പിക്കാനായി. 20 ക്വസ്റ്റ്യൻ നിർത്താൻ തോന്നുന്നു. അപ്പൊ 17ാമത്തെ ക്വസ്റ്റ്യൻ, ക്രൗൺ ഫയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ എന്താണ് ക്രൗൺ എന്ന് പറയുന്നത് ഈ കിരീടം എന്ന അർത്ഥത്തിലാണല്ലോ.
അപ്പൊ ഇങ്ങനെ വൃക്ഷത്തിന്റെ കെനോപ്പി എന്ന് പറയുന്നത് മുകളിലുള്ള വൃക്ഷത്തിന്റെ മേലാപ്പുകൾ, ഇതില് തീ പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഡെൻസ് ഫോറസ്റ്റുകൾ മുഴുവൻ എന്ത് ചെയ്യും, വളരെ വേഗത്തിൽ ഇങ്ങനെ പരക്കും. അപ്പം അത്തരത്തിൽ പരക്കുന്ന ഫോറസ്റ്റുകൾ, അതായത് വളരെ ഡെൻസ് ആയിട്ടുള്ള ഡെൻസ് ഫോറസ്റ്റ് പറഞ്ഞാൽ വളരെ തിക്ക് ആയിട്ടുള്ള ഫോറസ്റ്റിൽ കനോപ്പി, ഒരുപാട് കണ്ടിന്യൂസ് കനോപ്പി ഉള്ള ഫോറസ്റ്റുകളാണെങ്കിൽ ഇതിങ്ങനെ പരന്നുകൊണ്ടിരിക്കും, വേഗത്തിൽ തൊട്ടപ്പുറത്തേക്ക് ഇങ്ങനെ പടരും. ഈ തോൺ ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഈ അഗ്രഭാഗം ഈ മുള്ളു പോലെ ഉള്ള നീഡിൽ ലൈക്ക് എന്നാണ് അതിന് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള ഫോറസ്റ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും കെനോപ്പി ഉണ്ടാവില്ല, കെനോപ്പി വളരെ കുറവായിരിക്കും. സാവന്ന ഫോറസ്റ്റ് എന്ന് പറയുന്നത്, സാവന്ന എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു, അതൊരു ഗ്രാസ് ലാൻഡിനെ ബേസ് ചെയ്തുകൊണ്ട് പറയുന്നതാണ്. ഗ്രാസ് ലാൻഡിൽ ഒറ്റപ്പെട്ട മരങ്ങളാണ് ഉണ്ടാവുക, കുറെ മൊട്ടക്കുന്നുകളും പുൽമേടുകളും, ദെൻ അതിനകത്തുള്ള ഒറ്റപ്പെട്ട മരങ്ങൾ ഉണ്ടാകും. അപ്പം പിന്നെ അത് ഫോറസ്റ്റ് ഇൻ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് റീജിയൻ, അതിനേക്കാൾ കുറച്ചും കൂടെ അതൊരു ഓപ്ഷന് വേണ്ടി കൊടുത്ത ഓപ്ഷനാണ്. ദെൻ കറക്റ്റ് ആൻസർ ഡി ആണ്, ഡെൻസ് ഫോറസ്റ്റ് ആകുമ്പോൾ ക്രൗഡ് ഫയർ എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്കറിയാം, ഒരു കാട്ടുതീ പടരുന്നത് മുകളിലൂടെ ഇങ്ങനെ പടരുന്ന ഒരു രീതിയുണ്ട്. അപ്പം അതിന്റെ വൃക്ഷമേലാപ്പുകളിനെ കത്തി കത്തിനെ പോകുന്ന രീതിയുണ്ട്. ആ രീതിയിൽ ഇത് വരണമെങ്കിൽ അത് എവിടെയാണ് വരാൻ സാധ്യതയുള്ളത് എന്ന ക്വസ്റ്റ്യൻ ആൻസർ ഡെൻസ് ഫോറസ്റ്റ് എന്നുള്ളത് തന്നെയാണ്. Then which of the following enables tribal and other forest dwellers? അപ്പം ഇവിടെ നമ്മൾ ഫോറസ്റ്റ് ആക്ട്, ബയോഡൈവേഴ്സിറ്റി ആക്ട്, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 പ്രൊട്ടക്ഷൻ ആക്ട്, ദെൻ വാട്ടർ ആക്ട്, എയർ ആക്ട്, ഇതൊക്കെ ഇതിന് അമെൻമെന്റുകൾ പഠിക്കണം എന്നില്ല, അമെൻമെന്റ് ഒന്നും അത്ര കൃത്യമായിട്ട് ചോദിക്കില്ല. ഫസ്റ്റ് വന്നത് എപ്പോഴാണ് എന്നുള്ളത് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. ഓരോന്നും ഫോറസ്റ്റ് ആക്ട് ഒരു ഫോറസ്റ്റ് പോളിസി കൂടെ പറയുന്നുണ്ട്. ഫോറസ്റ്റ് പോളിസി എന്ന് പറയുന്നത് 1984 എന്ന് എനിക്ക് ഒരു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 84 ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന, 1894 1894 എന്നാണ് എന്റെ ഓർമ്മ, അത് കൺഫേം ചെയ്യണം. അപ്പം ഫോറസ്റ്റ് പോളിസി, അതുപോലെ തന്നെ ഓരോ ആക്ടുകൾ, എല്ലാ ആക്ടും കൂടെ കാണാതെ പഠിക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. പ്രധാനപ്പെട്ടതൊക്കെ പഠിക്കാം. ഫോറസ്റ്റ്, അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി, ഇയർ ഓഫ് ബയോഡൈവേഴ്സിറ്റി 2010 നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റിയുടെ ആക്ട് വന്നത് വാട്ടർ ആക്ട്, എയർ ആക്ട്, ദെൻ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്, പിന്നെ അതുപോലെ തന്നെ മറ്റെന്താണ്, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് EPA എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ ഒരു സംവിധാനം ഉണ്ട്. അത് സ്പെഷ്യലി എവിടെയെങ്കിലും അത്തരം ഒരു അമേരിക്ക എന്നുള്ള പ്രയോഗം വരുവാണെങ്കിൽ EPA എന്നുള്ളത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസിയാണ്. ഇന്ത്യയിലാണെങ്കിൽ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 1986 ഇതൊരു അംബർല ആക്ട് എന്നാണ് വരിക. എല്ലാ ആക്ടും കൂടെ, വാട്ടർ ആക്ടും എയർ ആക്ടും ഇതെല്ലാം കൂടെ ഇതിനകത്താണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൽ നിന്നിങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് ഓരോന്നിന്റെയും വിശാലാർത്ഥത്തിൽ പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ആദിവാസികൾക്ക് അല്ലെങ്കിൽ ഫോറസ്റ്റിലുള്ള മറ്റു വനവാസികൾക്ക്, ട്രൈബൽസിന്, ഗോത്രങ്ങൾക്കൊക്കെ അവരുടെ കുറച്ചും കൂടെ അവകാശങ്ങൾ, അവരെ കുറച്ചും കൂടെ വിസിബിൾ ആക്കിയിട്ടുള്ള ആക്ട് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസർ പറയാൻ പറ്റുന്നത് ആൻസർ ബി ആണ്, ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് 2006. അതാണ് അവർക്ക് കുറച്ചും കൂടെ ഒരു വിസിബിലിറ്റി കൊണ്ടുവന്നത്. ഓക്കെ, ദെൻ ഹോട്ട്സ്പോട്ട് പറയുന്ന സമയത്ത് ടോട്ടൽ ആദ്യം 18 ഹോട്ട്സ്പോട്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ 18 ഹോട്ട്സ്പോട്ടിലെ പിന്നീട് 34 ഹോട്ട്സ്പോട്ട് ആയിട്ട് വരുന്നു. ഇന്ത്യയിൽ നിന്ന് 4 പ്രധാനപ്പെട്ട ഹോട്ട്സ്പോട്ട്, വെസ്റ്റേൺ ഘാട്ട് അടക്കം ഇന്തോ ബർമ റീജിയൻ, അതുപോലെ തന്നെ ഹിമാലയൻ റീജിയൻ, നിക്കോബാർ ഐലൻഡ് തുടങ്ങിയിട്ടുള്ള 4 പ്രധാനപ്പെട്ട ഹോട്ട്സ്പോട്ടുകൾ ഇന്ത്യയിൽ ഉണ്ടാകുന്നു. ഇന്ത്യയിൽ 10 ബയോ ജിയോഗ്രഫിക് റീജിയനുകളുണ്ട്. പിന്നെ മറ്റൊന്നുള്ളത് ഇന്ത്യയിലെ 4 പ്രധാനപ്പെട്ട ഹോട്ട്സ്പോട്ടുകൾ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഹോട്ട്സ്പോട്ട് ആ റീജിയൺ ഓഫ്. അപ്പൊ ഹോട്ട്സ്പോട്ട് എന്നുള്ളത് സാധാരണ നമ്മൾ കേൾക്കുന്ന ഹോട്ട്സ്പോട്ടും ഈ ഹോട്ട്സ്പോട്ടും വ്യത്യാസമുണ്ട്. ഇത് എന്താണ്, ഇക്കോളജിക്കൽ അല്ലെങ്കിൽ ബയോസ്ഫിയറിനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്ന ഹോട്ട്സ്പോട്ട്. അപ്പൊ എന്താണ് ഇവിടുത്തെ പിന്നെ പ്രത്യേകത? ലെസ് ഡൈവേഴ്സിറ്റി. വേഗം നമുക്ക് ലെസ് എന്ന് പറയുന്നതൊക്കെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം,
നെഗറ്റീവ് ഇടാം, ഒഴിവാക്കാം, ഓപ്ഷൻ കട്ട് ചെയ്യാം. ലെസ് സ്പീഷീസ് റിച്ച്നെസ്, ദെൻ നോ അണ്ടർ കോൺസ്റ്റന്റ് ത്രെറ്റ്. വളരെ വലിയ, ഇതിന്റെ ഒക്കെ ഓപ്പോസിറ്റ് ആണ് ശരിക്കും. അപ്പോൾ ഇവിടെ ഏറ്റവും അധികം പറയാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇതാണ്, ഹൈ എൻഡമിസം. എൻഡമിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡമിക് സ്പീഷീസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എൻഡമിക് സ്പീഷീസും എൻഡേഞ്ചേർഡ് സ്പീഷീസും ഉണ്ട്. എൻഡമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാത്രം കാണപ്പെടുന്ന ജീവജാലങ്ങളാണ് എൻഡമിക്. എൻഡമിക് ടു സൈലന്റ് വാലി, അല്ലെങ്കിൽ എൻഡമിക് ടു വെസ്റ്റേൺ ഘട്ട്, എൻഡമിക് ടു ഹിമാലയൻ റീജിയൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന എൻഡമിക് എന്ന് പറയുന്നത് അത് അവിടെ മാത്രമേ കാണുള്ളൂ. എന്താണ് അതിന്റെ പ്രശ്നം? അവിടുന്ന് വംശനാശം സംഭവിച്ചാൽ ഈ ഭൂമിയിൽ നിന്ന് തന്നെ അത്തരം ഒരു ജീവജാലം വംശനാശം സംഭവിച്ചുകൊണ്ട് തിരിച്ചു പോകും. അപ്പൊ അതിനെയാണ് എൻഡമിക് എന്ന് നമ്മൾ പറയാം. ദെൻ എൻഡേഞ്ചേർഡ് എന്ന് പറയുന്നത് പല സ്ഥലത്തും കാണുന്നുണ്ട്, പക്ഷെ അത് ഒരു അപകടകരമായിട്ടുള്ള വംശനാശ ഭീഷണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ മുഴുവൻ ഭാഗവും നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഏറെക്കുറെ അതൊരു അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റുന്ന ഒന്നാണ് എൻഡേഞ്ചേർഡ് എന്ന് പറയുന്നത്. ദെൻ അതിന് കുറച്ചും കൂടെ അപ്പുറത്താണെങ്കിൽ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് എന്ന് പറയും. നമ്മൾ വൾണറബിൾ, എൻഡേഞ്ചേർഡ്, ഡേഞ്ചർ, എൻഡേഞ്ചേർഡ്, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. IUCN ആണ് ഇതിനൊക്കെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, IUCN ആണ് ഇതിനൊക്കെ കോർഡിനേറ്റ് ചെയ്യുകയും മറ്റൊക്കെ ചെയ്യുന്നത്. ഈ ബയോഡൈവേഴ്സിറ്റി കാര്യങ്ങളും മറ്റൊക്കെ ചെയ്യുന്ന IUCN ആണ്. അവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ട വേറൊരു സംഘടന യുനെസ്കോ ആണ്. യുനെസ്കോ കൂടെ ഇതിന്റെ ഭാഗമായിട്ട് ഓർത്തു വെക്കണം. പിന്നെ ഇതിൽ നമ്മൾ ഏറെക്കുറെ ഭാഗങ്ങളൊക്കെ ചർച്ച ചെയ്തു. ഹോട്ട്സ്പോട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. എൻഡമിസം, ഇനി ഇവിടെ പറയാനുള്ളത് ഇൻവേസീവ് ആൻഡ് എക്സോട്ടിക് സ്പീഷീസ്. ഇൻവേസീവ് എന്ന് പറയുന്നത്, ഇൻവേസീവ് സ്പീഷീസ് എന്ന് പറയുന്നത് ജൈവാധിനിവേശമാണ്. പുറത്തുനിന്ന് വന്ന് ഇവിടെ വന്ന് ചില ഓർഗാനിസംസ്, നമ്മൾ നേരത്തെ കുളവാഴ, അതുപോലെ തന്നെ തൊട്ടാവാടി, കമ്മ്യൂണിസ്റ്റ് പച്ച, അല്ലെങ്കിൽ എന്താണ് കോൺഗ്രസ് വീട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഭവങ്ങൾ പഠിച്ചിട്ടുണ്ട്. കാർത്തീനിയം, ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അത് വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അതിന് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ വളർന്നു വരും. എത്ര തന്നെ നമ്മൾ വെട്ടി നശിപ്പിച്ചാലും വീണ്ടും വീണ്ടും ഇവിടുത്തെ ക്ലൈമറ്റ് അതിന് ബാധകമല്ല. കാരണം അതൊരു തണുത്ത രാജ്യത്തൊക്കെ ഉണ്ടാവേണ്ടതാണ്, വളരേണ്ടതാണ്. അപ്പൊ അവിടുത്തെ ഒരു ലിമിറ്റിംഗ് ഫാക്ടേഴ്സിനകത്ത് നിന്ന് ഇങ്ങനെ വളരേണ്ട ഒരു സാധനത്തെ ഇവിടെ കൊണ്ടുവന്ന് വരുമ്പോൾ നമ്മളിവിടുത്തെ ക്ലൈമറ്റ് അതിന് ബാധകമാവില്ല. അപ്പൊ അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. അപ്പം ഈ വളരുന്നത് ഇവിടെയുള്ള മറ്റു തദ്ദേശീയമായിട്ടുള്ള നേറ്റീവ് ആയിട്ടുള്ള സ്പീഷീസിന് വലിയ പ്രശ്നമാണ്. അപ്പം ആ പ്രശ്നത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? പരിഹരിക്കുക ആ പ്രശ്നം ഉണ്ടാക്കുന്ന ജീവജാലങ്ങളിൽ ഓർഗാനിസം അല്ലെങ്കിൽ ഫ്ലോറ ആൻഡ് ഫോണ രണ്ടാവട്ടെ, സ്പീഷീസ് അല്ലെങ്കിൽ പ്ലാന്റ്സ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഗാനിക് സ്പീഷീസ് അല്ലെങ്കിൽ പ്ലാന്റ്സ്. ഇതിനെയാണ് നമ്മൾ ഇൻവേസീവ് എന്ന് പറയുന്നത്. ഏലിയൻ സ്പീഷീസ്, ഇൻവേസീവ് സ്പീഷീസ് എന്നൊക്കെ പറയുന്നത്. എക്സോട്ടിക് എന്ന് പറയുന്നത് പുറത്തുനിന്ന് വന്നതാണ്, പക്ഷെ അത് നമുക്ക് പ്രശ്നമില്ല. ഇപ്പൊ തേക്ക് വെട്ടിക്കഴിഞ്ഞാൽ ഒരു 10 തേക്ക് നമ്മൾ നട്ടു, തേക്ക് വലുതായിട്ട് നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇങ്ങനെ തേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയൊന്നുമില്ല. നമ്മൾ വെട്ടുന്നതോടുകൂടെ റബ്ബർ, തേക്കൊക്കെ എന്താണ്, എക്സോട്ടിക് ആണ്, പക്ഷെ അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല. അതേ സമയത്ത് നിങ്ങൾ ഈ കാണുന്ന തൊട്ടാവാടി പോലത്തെ ചെടികൾ നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അതിങ്ങനെ ഉണ്ടായിക്കോളും. എത്ര തന്നെ വെട്ടി നശിപ്പിച്ചാലും 2 ആഴ്ച അതിങ്ങനെ ഉണ്ടായി വന്നോളും. അപ്പൊ ഇതാണ് എന്താ നമുക്കിവിടെ ഇൻവേഴ്സീവ് ആൻഡ് എക്സോട്ടിക് എന്ന് പറയുന്നത്. ഇൻവേഴ്സീവിൽ കുറച്ച് എക്സാമ്പിൾസ് നോക്കി വെക്കണം. അതിന്റെ സയന്റിഫിക് നെയിം ഒന്നും വേണമെന്നില്ല, ജസ്റ്റ് ഏതൊക്കെയാണ് എക്സാമ്പിൾസ് എന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. ദെൻ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 20ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് ദ മാക്സിമം ജെനറ്റിക് ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ? 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, ജെനറ്റിക് ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ എന്നുള്ളത്. അതിന്റെ ആൻസർ നമുക്കറിയാം, മാംഗോ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. മാങ്ങയാണ് ഏറ്റവും കൂടുതൽ ജനിതക വെറൈറ്റി ഉള്ള ഒരു ഇന്ത്യയിലുള്ള പിന്നെ ഫ്രൂട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സ്പീഷീസ്. എന്താണ് പറയുന്നത്? ഓക്കെ, സാധനം തന്നെ എന്താണ് പറയലെന്ന് എനിക്ക് കിട്ടില്ല. ഓക്കെ, ഏകദേശം ഇത്രയാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗങ്ങൾ. നിങ്ങള് ഓക്കെ, ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗങ്ങൾ. പിന്നെ സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് എഴുതിയിട്ട് എന്നെ പേഴ്സണലായിട്ടോ മറ്റോ അറിയിച്ചാൽ മതി. ബാക്കി അടുത്ത ക്ലാസ് വരുമ്പോൾ അതും കൂടെ എന്താ, ഇനി ഏതെങ്കിലും ഇപ്പൊ എടുത്ത ഈ 20 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും കൂടുതലായിട്ട് ഞാൻ ഇതിൽ പലതും പറഞ്ഞിട്ടില്ല, ആൻസറുകൾ. അതായത് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഡിറ്റർമിനിസം എന്താണ്, പോസിബിലിസം എന്താണ്, എൻവയോൺമെന്റൽ അപ്രോച്ച് എന്താണ് നോക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ ഏതെങ്കിലും
ഇങ്ങനെ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നാൽ ഒന്നുകൂടെ നന്നായിരിക്കും എന്ന് ഉള്ളതുണ്ടെങ്കിൽ അത് സ്പെഷ്യൽ ആയിട്ട് ഒന്ന് ചോദിക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ഞാനത് അടുത്ത ക്ലാസ് വരുമ്പം ആ കാര്യങ്ങൾ ഇപ്പം പോസിബിലിസ് എന്താണെന്ന് ഒന്നുകൂടെ വിശദീകരിക്കണം, അല്ലെങ്കിൽ ഇക്കോളജിക്കൽ സക്സഷൻ വിശദീകരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്കത് വിശദീകരിക്കാവുന്നതാണ്. ഇതാണ് ടോട്ടൽ ഒരു 20 ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ 20 നമ്മൾ നോക്കിയിട്ടുള്ളെങ്കിൽ പോലും ഒരു 50-60 ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. ആ രൂപത്തിൽ കോമൺ ആയിട്ട് വരുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഏകദേശം എല്ലാം അങ്ങനെ തന്നെയാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഇൻഡിറ്റർമിനിസം, പോസിബിലിസം, അതുപോലെ തന്നെ എൻവയോൺമെന്റലിസം, ദെൻ നാച്ചുറൽ എൻവയോൺമെന്റ്, ഹ്യൂമൻ മെയ്ഡ് എൻവയോൺമെന്റ്, ഹ്യൂമൻ മോഡിഫൈഡ് എൻവയോൺമെന്റ്, പിന്നെ അതുപോലെ തന്നെ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, ഈ അക്വാട്ടിക് ഓർഗാനിസം, പ്ലാങ്ക്ടൺ, ബെൻതോസിൻ, ന്യൂസ്റ്റൺ, നെക്ടോൺ, ഫെരിഫൈത്തൻ പോലെയുള്ള അതിനകത്ത് വരുന്നത് വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന റിന്യൂവബിൾ റിസോഴ്സുകൾ എല്ലാം കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ചിലത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എവിടെ നോക്കണം, ടെക്സ്റ്റിൽ ഇതിന്റെ പിക്ചറുകൾ നോക്കണം, എന്നിട്ട് ആ സിസ്റ്റത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സെർച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ടെക്സ്റ്റിൽ തന്നെ നോക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ 7ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് പോലെയുള്ള ക്വസ്റ്റ്യൻ വന്നാൽ അത് ടെക്സ്റ്റിൽ തന്നെ നോക്കിയിട്ട് അതിന്റെ കൺഫർമേഷൻ വാങ്ങണം. ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 പേർക്ക് 4 ഉത്തരവായിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക. നിങ്ങൾ ഉത്തരം ശരിയായിരിക്കും, ടെക്സ്റ്റിൽ ഉത്തരം ശരിയായിരിക്കും. പരീക്ഷയ്ക്ക് വന്ന ആൻസർ നോക്കുന്ന സമയത്ത് ടെക്സ്റ്റിനെയാണ് അവർ ഫൈനൽ ചെയ്യുക. ഇനി അഥവാ ഒരു കൺഫ്യൂഷൻ വന്നാൽ പോലും ടെക്സ്റ്റിൽ എന്ത് പറഞ്ഞു എന്നുള്ളത് മാത്രമായിരിക്കും പിന്നീട് നോക്കുക. അപ്പൊ ടെക്സ്റ്റിൽ പറഞ്ഞതിന് നിങ്ങൾ എഴുതുക എന്നുള്ളതാണ്. പിന്നെ ആക്ടുകളുടെ വർഷമാണ് കാര്യമായിട്ട് ചോദിച്ചു കാണുന്നത്. അപ്പൊ അത് ഒന്ന് ജസ്റ്റ് നോക്കി പ്രധാനപ്പെട്ട ആക്ടുകളുടെ വർഷങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വെക്കണം. ഹോട്ട്സ്പോട്ടുകൾ, പ്രധാനപ്പെട്ട ഹോട്ട്സ്പോട്ടുകളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഏകദേശം ഇത്രയൊക്കെയാണ് ഇതിനകത്ത് വിശദീകരിക്കാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.